നമ്മൾ നല്ലൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മീനൊന്നും ഇല്ലാണ്ട് കോവക്കായ വെച്ചിട്ടാണ് നമ്മൾ മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനില്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് മീൻ കറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മീൻ കറിയിൽ ഏകദേശം ടേസ്റ്റൊക്കെ വരുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ മൺചട്ടിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നാടൻ കറിയിലേക്ക് വെളിച്ചെണ്ണ നല്ലതായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുള്ളി നമ്മളിവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി ഇതിലേക്കായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയായിട്ടാണ് നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് വന്നപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് കുറച്ച് വേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന വരെ ഇതൊന്ന് വഴറ്റുക. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് പയ്യെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്കായും കൂടി ചേർക്കാം. നമ്മൾ ഈ ഒരു കറിയിലേക്കായിട്ട് ഒരു 15 കോവക്കായാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അരിഞ്ഞതിന് ശേഷം ഇത് അളന്ന് നോക്കിയപ്പോൾ കപ്പിൻ്റെ അളവാണ് പറയുന്നത്. ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ കോവക്കായ 2 അറ്റത്തു നിന്ന് ഒന്ന് കട്ട് ചെയ്ത ശേഷം അത് 4ആയിട്ട് മുറിച്ചെടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പഴുത്ത കോവക്കായ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് പുളിയൊക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോൾ പഴുത്ത കോവക്കായ എടുത്തുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം കപ്പിൻ്റെ അളവിലാട്ടോ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവും പിന്നെ നാളികേരത്തിൻ്റെ അളവും ഒക്കെ കപ്പിലാണ് പറയുന്നത്. അപ്പോൾ കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അളക്കാനായിട്ട് ഗ്ലാസ് ആയാലും എടുക്കാം. അപ്പോൾ പക്ഷേ എല്ലാ സാധനങ്ങളും ആ ഒരു അളവ് പാത്രത്തിൽ തന്നെ, അതായത് ഗ്ലാസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. അപ്പോൾ കോവക്കായും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ട് ഈ ഒരു പരുവത്തിലായി വരും, ഇങ്ങനെ ഉടയാൻ തുടങ്ങുന്ന ആ ഒരു പാകത്തിലായി വരും. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ കോവക്കായ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഓയിലിട്ടിട്ട് തന്നെ ഇത് വാട്ടി ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പുളിക്കായിട്ട് ഒരു 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചട്ടി ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് കോവക്കായ വേവാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊക്കെ ചെയ്യണം. കോവക്കായ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 3/4 കപ്പ് ചിരകിയിട്ടുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാളികേരത്തിൻ്റെ കൂടെ നമുക്ക് എല്ലാ പൊടികളും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി. ഇപ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂണും തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദാ മുളക് പൊടി ഇല്ലേ, അതായത് നല്ല എരിവുള്ള മുളക് പൊടി കൂട്ടി കുറയ്ക്കുക എന്താണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അധികം ലൂസ് അല്ലാത്ത രീതിയിൽ കട്ടിയായിട്ട് തന്നെ ഈ നാളികേരം അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് കോവക്കായ വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞത് ഇതുപോലെ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ വെള്ളം ഏകദേശം വറ്റാറായിട്ടും അങ്ങനെ കോവക്കായ വേവാണ്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് കോവക്കായ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് കോവക്കായ വെന്ത സമയത്ത് നമ്മൾ അതിലോട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നാളികേരത്തിൽ ചേർത്തിട്ടുള്ള ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം തന്നെ ഇതിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിയുന്നതോട് കൂടി തന്നെ ആ ഒരു നാളികേരത്തിൻ്റെ അരപ്പിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ അരപ്പ് തയ്യാറാക്കിയിട്ടുള്ള മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പും കൂടിയൊക്കെ ഒന്ന് കിട്ടുന്ന രീതിയിലാക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിൽ പുളിയൊക്കെ നോക്കാം, ഉപ്പ് നോക്കാം. ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുളിയൊക്കെ നോക്കിയപ്പോൾ ആ ഒരു 2 കഷ്ണം പുളിയുടെ ആവശ്യം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയുടെ അളവിൽ മാറ്റം വരുത്താം. ഈ സമയത്ത് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ കുടപ്പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് 2 രീതിയിൽ താളിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ ഉള്ളി മൂപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കടുക് പൊട്ടിച്ചിട്ടാട്ടോ അത് താളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് ഏകദേശം പൊട്ടിക്കഴിയുന്നതോടുകൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പണി. ഇനി ഇത് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കറി റെഡി. അപ്പോൾ നല്ല വെള്ള ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ റേഷനരി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. അതുമാത്രമല്ല, ഇതുവരെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.